മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാനിപ്പോ നഴ്സറിയില്ല. വലുതാകുമ്പോ ഞാൻ വേറെ വലിയ സ്കൂളിൽ പഠിക്കും. മോളെ പേരെന്താ? തുഷാരമോൾ. ഡാഡി എന്നെ ചക്കിമോൾ എന്ന് വിളിക്കും. പിന്നെ പേരെന്താ? സിസ്റ്റർ എന്ന്. ഞങ്ങളെ ടീച്ചറുടെ പേരും സിസ്റ്റർ എന്നാ. മായമോളെ, നമ്മളൊന്ന് മലബാറിന് പോവാണ്. വീട്ടിന്റെ ചാവി. അപ്പോ താജുക്കേനി എന്നാ വരിക? നോയമ്പ് കഴിയട്ടെ, എന്നിട്ട് വരാം. പിന്നെ സൗകര്യം കിട്ടുമ്പോ വീടും പറമ്പോ ഒന്ന് നോക്കണേ. അല്ല, മോൾ ഒളിച്ചിരിക്കുകയാണോ? അല്ലാ, ഈ മേനോൻകുട്ടിയുടെ മോക്ക് നമ്മളെ കണ്ടാ പേടിയാ. ഏയ്, മോക്ക് പേടിയൊന്നുമില്ല. ഉണ്ടോ മോളെ? അപ്പൊ പേടിയല്ല, നാണമാണ്. നാണമൊക്കെ മാറട്ടെ. നമ്മൾ മലബാറിൽ നല്ലൊരു പിയാപ്പിളനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? അന്നെ കെട്ടിക്കാൻ. അല്ലാ, നേരൊരു പടായി. വണ്ടിക്ക് നേരായി. നമ്മൾ പോട്ടെ. പോട്ടെ. താജുക്കയെ കണ്ട് മോള് പേടിച്ചു പോയോ? എനിക്ക് പേടിയൊന്നുമില്ല. ആരെയും പേടിയില്ല. സിസ്റ്റർ, ഞാനൊരാളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മതി. ശരിയാ മായ, അല്ലെങ്കിൽ ഇവിടെ കൂട്ടക്കരത്തിലാകും. അത് നോക്കൂ. വേണ്ട വേണ്ട, ഞാൻ പിണക്കുമോ? എന്നോടോ? എന്തിന്? സിസ്റ്റർ എന്നോട് പേര് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. മായ എന്നാ. ഞാനും അതേ വിളിക്കൂ. മിടുക്കി. എന്നാ ഞാൻ ചക്കിമോളെന്നെ വിളിക്കൂ. അപ്പൊ ഞാൻ മായമേന്ന് വിളിക്കും. ചക്കിമോളെ. മായമ്മേ. വാ മോളെ. മോളെ ചിത്രരേഖ നോക്കിയോ? മോൾക്ക് ഇഷ്ടായോ? ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? മോൾ എന്തായി നോക്കുന്നത്? മോളെ, സന്ധ്യയായി, വീട്ടിൽ പോവാ. മോള് വയ്ക്കോ. നമുക്ക് പോവണ്ട. ചെല്ലു മോളെ. വേണ്ട ഡാഡി, വേണ്ട, ഞാൻ പോവില്ല. ഡാഡിയുടെ പൊന്നു മോളല്ലേ. മോള് വീട്ടിൽ വയ്ക്കോ. നാളെ രാവിലെ രാജപ്പനോടെ കൊണ്ടുവരും. ഞാൻ ഡാഡിയുടെ കൂടെ കിടക്കൂ. വേണ്ട മോളെ. വേണം ഡാഡി, ഞാൻ ഡാഡിയെ കെട്ടി പിടിച്ച് കിടക്കണം. മോൾ ഇവിടെ നിൽക്കട്ടെ. നല്ല ഡാഡി, സ്വീറ്റ് ഡാഡി. പിന്നെ ഡാഡി, എനിക്ക് ഈ മായമ്മയുടെ മാതിരി ഡ്രസ് വേണം. എന്തിനാ മോളെ? ഇവിടെ നിൽക്കാം. ശരി, നാളെ വാങ്ങിത്തരാ. വേണ്ട വേണ്ട, ഇന്ന് തന്നെ വേണം. എന്തോ മോക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേ. കഷ്ടമാണ് നോക്ക്, വെറുതെ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. സിസ്റ്റർ എങ്ങോട്ടാ? ഡ്യൂട്ടി കഴിഞ്ഞു, വീട്ടിലേക്കാ. അപ്പൊ സിസ്റ്റർക്ക് ഇന്ന് രാത്രി നൈറ്റ് അല്ലല്ലേ? അല്ല. വണ്ടി കയറിക്കോളൂ, ഞാൻ ലിഫ്റ്റ് ചെയ്ത് തരാം. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ, അത് വിചാരിച്ച് കയറാതിരിക്കണ്ട. ഏയ്, അതൊന്നുമല്ല. എന്റെ ഹസ്ബൻഡ് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഹസ്ബൻഡോ? എവിടെയാ മൂപ്പർക്ക് ജോലി? പട്ടാളത്തിലാ. ലീവിൽ വന്നിരിക്കുക, ഞാൻ പരിചയപ്പെടുത്തി തരാം. വേണ്ട സിസ്റ്റർ, വേണ്ട, ഞാൻ അല്പം ബിസിയാ. പിന്നെ ഒരിക്കലാവാം.
മായമ്മയുടെ കൂടെ കിടന്നോട്ടെ. ഓക്കേ. മോളെ മോളെ വിളിക്കണോ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. Yes, come in. Good morning. Good morning, Chakki. No, I am sister. Ah, good morning, sister. Mm. 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 Ah. 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 Mm. അല്ല, കൊച്ചു സിസ്റ്റർ പേടിച്ചു പോയോ? ഇല്ല ഡാഡി, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഡാഡി, ഞാൻ മായമ്മയുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ? വേണ്ട മോളെ. വേണോ വേണോ, പോയിട്ട് വേഗം വരാ ഡാഡി. സിസ്റ്ററിന്റെ ഡ്യൂട്ടി ഇല്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ജാനകി സിസ്റ്റർ വരാൻ വേണ്ടി നിൽക്കുകയാണ്. സമ്മതിക്ക് ഡാഡി, ഞാൻ പോയിട്ട് വേഗം വരാനേ. സിസ്റ്ററിന് ബുദ്ധിമുട്ടാവും മോളെ. ഇല്ല സർ, ഞാൻ വേഗം തിരിച്ചു കൊണ്ടുവരാം. പ്ലീസ് ഡാഡി. വേണ്ട മോളെ, ഇനി ഒരിക്കലാവട്ടെ. അതി അടുക്കരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ ഇത് കേട്ടോ? 2 ദിവസം കഴിയുമ്പം അങ്ങനെ ഡിസ്ചാർജ് ചെയ്യേണ്ടതല്ലേ? അന്ന് ചക്ക എന്ത് ചെയ്യുമെന്ന് ഓർത്താണ് എനിക്ക് പ്രയാസം. എന്താ ഇതിനൊരു പോം വഴി? നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസം ലീവ് എടു. അതുകൊണ്ടെന്താ, ആ കൊച്ച് ആദ്യം കുറച്ച് സങ്കടപ്പെട്ടിട്ട് പിന്നെ സമ്മാനിച്ചോളൂ. പിടിച്ചു വലിച്ച് വേർപെടുത്തുന്നേക്കാളും നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മര്യാദയ്ക്ക് കഴിക്ക്. നിനക്ക് കൊഞ്ചല് കുറെ കൂടുന്നുണ്ട്. എനിക്ക് വേണ്ട. മോക്ക് രായപ്പൻ ചേട്ടൻ വാരി തരട്ടെ? എനിക്ക് മായമ്മ വാരി തന്നാ മതി. നിനക്ക് കൂട്ടി തരാം എല്ലാവരുടെ ജോലി. എനിക്ക് മായമ്മ കാണണം. ഇനി ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയിന്ന്. എനിക്ക് മായമ്മയുടെ വീട്ടിൽ പോണം. ചെറുങ്ങാട് കഴിക്കുന്നുണ്ടോ? മോളത് കഴിച്ചാലേ മോളെ രായപ്പൻ ചേട്ടൻ അങ്ങാടി കൊണ്ടുപോയി ആൾക്കാർ ഐസ് പൂട്ട് വാങ്ങി തിന്നുന്നത് കാണിച്ചരാ. കഴിക്കേ. എനിക്ക് വേണ്ട. അയ്യോ സാർ, എല്ലാരും കൂടെ കൊഞ്ചിച്ച് കൊഞ്ചോളം വഷളാക്കി അടിച്ച് ശരിയാക്കണം. സാർ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതിയാണ് മോളെ ഞങ്ങൾ കൊഞ്ചിക്കുന്നത്. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി ആ സിസ്റ്റർ ഒന്ന് കാണിച്ചിട്ട് വേഗം വരാം. നല്ല മോള്, അങ്ങനെ ഇനി കരയുന്നത്. ചക്കിമോളെ, മോളെ, മോൾ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? ഡാഡിയാണ് തല്ലി മായമ്മ. എന്തിനാ തല്ലിയത്?
നേരം വെളുത്തപ്പം മുതലൊരു വസ്തു ഇത് കഴിച്ചിട്ടില്ല. സിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശിയാ. ഒടുവിൽ സാറിന് ക്ഷമ കിട്ടു. ഞാൻ കയറി ഇടപെട്ടോണ്ടാ, ഇല്ലെങ്കിൽ തല്ലി നാശമാക്കിയാന്. എന്റെ മോളെ ഒരു നിമിഷം എന്റെ സമനില തെറ്റിപ്പോയി ഡോക്ടർ. അവളെ ഞാൻ ഇന്ന് വരെ തല്ലിയിട്ടില്ല. തല്ല് കൊണ്ടപ്പോഴുള്ള അവളുടെ നോട്ടം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചക്കിക്ക് മായ സിസ്റ്ററിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? ഇത്രയും ദിവസം കൊണ്ട് ഇതുപോലെ അഫെക്ഷൻ അവൾക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അവൾക്കിപ്പോ എന്നേക്കാൾ ഇഷ്ടം സിസ്റ്ററിനോടാണ്. ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ചക്കിക്കുള്ളത്. മായയിൽ നിന്നും അവൾക്കത് കിട്ടുന്നുണ്ട്. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണല്ലോ ഡോക്ടർ. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകണ്ടേ? ആ സിസ്റ്ററിനെ അവളുടെ ആയായി നിയമിച്ചാലും. അവിവാഹിതയായ ഒരു യുവതിയെ എത്ര നാൾ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും? അവൾ വിവാഹിതയായി പോകുമ്പോൾ ചക്കിക്ക് അത് ഷോക്കാവില്ലേ? അത് അപ്പോഴല്ലേ. തൽക്കാലം നമുക്ക് രക്ഷപ്പെടാമല്ലോ. അതാണ് തെറ്റ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അന്ന് അനുഭവിക്കേണ്ടി വരും. പിന്നെന്താ ഒരു മാർഗം? ഞാനൊരു കാര്യം നിർദ്ദേശിച്ചാൽ മിസ്റ്റർ പ്രശാന്തന് മറ്റൊന്നും തോന്നരുത്. നിങ്ങൾക്കിനി ഒരു ഭാര്യ വേണ്ടെങ്കിലും ചക്കിക്ക് ഒരു അമ്മ ആവശ്യമാണ്. സോറി ഡോക്ടർ, ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയരുത്. കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തേ മതിയാവൂ. പ്രത്യേകിച്ച് പെൺകുട്ടിയായതുകൊണ്ട് ഒരമ്മയുടെ സംരക്ഷണം അവൾക്ക് ആവശ്യമാണ്. വരുന്നവൾ ചക്കിയെ സ്നേഹിച്ചില്ലെങ്കിലും അവളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെ വിവാഹം കഴിക്കണം. എന്തുകൊണ്ട് മായയെ വിവാഹം കഴിച്ചുകൂടാ? സിസ്റ്റർ മായയെ. ഡോക്ടർ, നിങ്ങൾ പറയുന്നത്? അതെ മിസ്റ്റർ പ്രശാന്തൻ, നിങ്ങളുടെ ബയോഡാറ്റ എല്ലാം എനിക്കറിയാം. നിങ്ങൾ കോടീശ്വരൻ, ഉയർന്ന സമുദായക്കാരൻ. അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ എന്റെ ഫാദർ തികച്ചും ഓർത്തഡോക്സ് ആണ്. അച്ഛന്റെ പാരമ്പര്യം അതുപോലെ പിന്തുടരാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓർത്തഡോക്സ് ആവില്ലേ? പക്ഷെ ഒന്ന് നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ സമ്പത്തിന് സ്വന്തം മകളുടെ സ്നേഹദാഹം തീർക്കാനാവില്ല. നിങ്ങളുടെ സമുദായ ചിന്തയ്ക്ക് അവളെ സ്വാതന്ത്ര്യപ്പെടുത്താനും ആവില്ല. അല്ല, ലീവ് എടുത്തിട്ട് തിരിച്ചു പോന്നു. എന്തു പറ്റുമായേ? ഇത്രയും നേരം അവിടെ ആയിരുന്നു. അവിടെ കിടക്കാനായിരുന്നു പ്ലാൻ. കൊള്ളാം, മായക്കൊരു കൂട്ടായല്ലോ. ആ, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. അവർ ചീത്തയാ. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. ജാനകി സിസ്റ്റർ നല്ലവരാ. മോളെ പോലുള്ള 2 മിടുക്കി കുട്ടികൾ അവർക്കുണ്ട്. മോളെ, ഡാഡി വിളിക്കുന്നു. ഞാൻ പിന്നെ വരാന്ന് പറ. ഇപ്പൊ തന്നെ കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞു. ഡാഡിയോട് ഇത് വായിച്ചോണ്ടിരിക്കാൻ പറ. ആ, ഇത് ഞാൻ വായിച്ചോണ്ടിരുന്നോളാം. മോള് വന്നിട്ട് ഞാൻ പോവും. മോള് പോയിട്ട് വരൂ. വേണ്ട, മായമ്മ അപ്പൊ പോവും. ഇല്ല മോളെ, മായമ്മ പോയില്ല. മായെ ഡോക്ടർ തോമസ് മാത്യു വിളിക്കുന്നു. ഞാൻ വന്നെന്ന് ഡോക്ടറോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. ചെക്കിമോളെ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. മോളെ, ഡാഡിയുടെ മുറി പോവാ. നിങ്ങൾ പോയാ മതി. രായപ്പൻ ഒരു കഥ പറഞ്ഞു തരട്ടെ? പണ്ട് ഞാൻ വെടിവെക്കാൻ പോയ കഥ, ആനവായട്ടിന് പോയ കഥ. എനിക്ക് കേൾക്കണ്ട. എന്നാ പിന്നെ ഒരു മ്യൂസിക് പാടിത്തരാം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ പോയിക്കോ. കുഞ്ഞിനെ ബെഡിലേക്ക് എടുത്തു. ഡാഡി അടുത്തേക്ക് പോവാ. അല്ല, നമുക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയാ പോരെ? അല്ല, ഒരു വൈറ്റമിൻ ബി കോംപ്ലക്സ് ക്യാപ്സൂൾ ഇഞ്ചക്ഷൻ. നല്ല മനുഷ്യനാണ് അദ്ദേഹം. നമുക്ക് ദോഷം വരുന്നൊന്നും പറയില്ല. പക്ഷേ എനിക്കാകെ പേടിയാകുന്നു സിസ്റ്റർ. പ്രശാന്ത് സാർ ഭാര്യ വെച്ചതിന് ശേഷം മദ്യപാനം തുടങ്ങിയെന്നല്ലാതെ മറ്റൊരു ചീത്തപ്പേരും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. ഞാനതൊന്നും അന്വേഷിക്കാറില്ല. അല്ല, ഞാൻ പറയായിരുന്നു, പണക്കാരായ മറ്റു ചെറുപ്പക്കാരെ പോലെ ഒരു ദുർനടപടിക്കും പോയതായി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഡോക്ടറും അതൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. മായ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഒരു നേഴ്സിന് സങ്കല്പിക്കാവുന്നതിനേക്കാൾ നല്ല ബന്ധമായിരുന്നത്. പണക്കാരുമായിട്ടുള്ള ബന്ധം പാവങ്ങൾക്ക് കണ്ണീരാണ് സിസ്റ്റർ. എല്ലാ പണക്കാരും ഒരുപോലല്ല മായേ. എന്തോ എനിക്കറിയില്ല.
ചക്കി ഉറങ്ങി. സിസ്റ്ററിനോട് ക്ഷമിക്കണം. ഒരു രണ്ടാം കെട്ടുകാരന്റെ വിവാഹാലോചന ഒരു യുവതിയെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ തോമസ് മാത്യുവിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാനതിന് പ്രേരിതനായത്. സോറി സിസ്റ്റർ, ഐ എം റിയലി സോറി. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്ത തെറ്റാണത്. സിസ്റ്റർ അത് മറന്നേക്കൂ. അവിടെ ഇരി, ഇതിവിടെ ഇരി, ഇത് എവിടെയെങ്കിലും ഇരി. എനിക്ക് മായമ്മയുടെ അടുത്ത് പോകണം ഡാഡി. ഡാഡി വീട് ഡാഡി. ഡാഡി എനിക്ക് മായമ്മേനെ കാണണോ? ഡാഡി എനിക്ക് മായമ്മേന്റെ അടുത്ത് പോകണം. ഡാഡി മായമ്മേനെ കാണണോ? അവിടെ ബഹളം വയ്ക്കായിരിക്കും. വീട് ഡാഡി. ഡാഡി 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 എനിക്ക് മായമ്മേന്റെ അടുത്ത് പോകണം. ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും മോളെ. നീ എന്തിനാ കരയുന്നത്? എന്റെ ചക്കയുടെ കരച്ചിൽ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ. ജനനവും മരണവും ഒരുപോലെ കാണുന്നവരാണ് നമ്മൾ. രോഗിയോടൊപ്പം നമുക്ക് കരയാൻ പറ്റുമോ? അതിന് ചക്ക ഒരു രോഗിയല്ലല്ലോ. മായ കരയാതിരിക്കെ. ആരെങ്കിലും കണ്ടാൽ മോശമാ. ആ, നീ എന്റെ കൂടെ പോരെ, നമുക്ക് അവിടെ കഴിയാം. നീ വിഷമിക്കാതിരിക്കും മായേ. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. എന്നാലും എനിക്കെന്റെ ചക്കയുടെ നോട്ടം മറക്കാനേ പറ്റുന്നില്ല. എങ്കിൽ പ്രശാന്ത് സാറിനെ കല്യാണം കഴിച്ച് ചക്കയുമൊത്ത് കഴിയണം. നിനക്കതിന് സമ്മതമില്ലല്ലോ. പണക്കാരനെ വലവീശി പിടിച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാനില്ല. അങ്ങേരുടെ സ്വന്തക്കാരൊക്കെ എന്നെ എങ്ങനെ കരുതും? സ്വന്തക്കാരല്ല, പ്രശാന്ത് സാർ അതിനെ കെട്ടുന്നത്. മറ്റുള്ളവരൊക്കെ പോകാൻ പറ. എനിക്കതിന് വയ്യ. പഴമക്കാർ പറയുന്ന പോലാണല്ലോ ഇത്. ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം, പക്ഷത്തിരിക്കുന്ന കളയാനും പറ്റില്ല. സിസ്റ്ററെ, മായ സിസ്റ്റർ വന്നോ? അവര് ലീവില്ല. അവരെവിടെ പോയിന്നറിയാവോ? അവര് വീട്ടിൽ കാണും. അവിടെ ഇല്ലല്ലോ, വീട് പൂട്ടിയിട്ടിരിക്കാണല്ലോ. എന്നാലും എവിടെയെങ്കിലും പോയി കാണും. അത് പിന്നെ നിങ്ങൾ പറയണോ? എനിക്കറിഞ്ഞൂടെ? സിസ്റ്ററെ ഒന്ന് നിന്നേ. എന്താ, എന്നെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ്? അയ്യോ, ഞാനൊന്നൊരു തമാശ പറഞ്ഞതല്ലേ. ഇതൊരു എമർജൻസി കാര്യമാണ്. എന്ത് എമർജൻസി കാര്യം? സിസ്റ്ററെ, മുതലാളിയുടെ വീട്ടിൽ ആകെ കുഴപ്പമാ. ആ കൊച്ചി ഇന്നലെ മുതലേ നിരാഹാരത്തിലാ. മുതലാളി കൊഞ്ചു നോക്കി, നുള്ളി നോക്കി, അവസാനം തല്ലി നോക്കി. ഒരു രക്ഷയില്ല. ഇപ്പൊ ആ കൊച്ചിൻ തന്തി ഒരുപോലെ പട്ടിണി കിടന്ന് കരയുക. തന്ത എന്തിനാ കരയുന്നത്? കൊച്ചിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ജീവിക്കുന്നത്. അതിനെ തല്ലിയ സങ്കടമാ. കണ്ണീര് വരുന്നില്ലെങ്കിലും അകം മിങ്ങി പൊട്ടുകയാണ്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? ആ മായ സിസ്റ്റർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാൻ വന്നതാ. ഇക്കണക്കിന് പോയാ ഞങ്ങളെ ചക്കിമോള് നഷ്ടപ്പെടും സിസ്റ്റർ. ചക്കിമോളെ, എനിക്കിതിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല മായേ. ഞാനും ഒരു അമ്മയാണ്. ഇതിനെ സിസ്റ്റർ തന്നെ വളർത്തിക്കോളാൻ സാറ് പറഞ്ഞു. മായമ്മേ, ഇനി എന്നെ വിട്ടു പോവല്ലേ? എന്റെ അടുത്ത് വരാത്ത കക്ഷിയാ. നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പം ചടോന്ന് എന്നെ കയറി പിടിച്ചു. ഭയങ്കര സൂത്രക്കാരിയാ. ഞാൻ എന്ത് ചെയ്യും സിസ്റ്റർ? എന്റെ ഉപദേശം സ്വീകരിക്കാമെങ്കിൽ ഞാൻ പറയാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്.